ഇതിലിങ്ങനെ കുറെ പൊതിഞ്ഞു പറയുന്ന വളരെ രസമുള്ള തമാശകളുണ്ട്. അതായത് നമുക്ക് കാന്തല്ലൂര് പോകണം, നമുക്ക് മൂന്നാർ പോകണം എന്നൊക്കെ അങ്ങനത്തെ മനുഷ്യരെ കണ്ടിട്ടും കുറേയായി. അതായത് ഒരിക്കലും പറയാൻ പറ്റാത്ത സ്ഥലത്തോട്ട് വിയേർഡ് ആയിട്ടുള്ള അഡൾട്ട് ജോക്ക് ഒക്കെ പറയണ പോലത്തെ ആളുകള്. അതും റിയൽ ക്യാരക്ടേഴ്സ് ആണോ? അല്ല, ഈ സുനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ഒരു പഞ്ചമാണ്. പക്ഷെ ആള് ശേഷം പെശകാണ്. ആളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മളതിനകത്ത് പറയുന്നില്ല, പക്ഷെ ആള് ഇച്ചിരി കില്ലാടിയാണ്. കാന്തല്ലൂര് റെയ്ഡ് ഉണ്ടാവില്ല. എനിക്ക് അതിനൊക്കെ ഇഷ്ടം ഈ മനുഷ്യൻ അവിടെ റെയ്ഡ് ഉണ്ടാവില്ല എന്ന് പറയുമ്പോ നിങ്ങൾ പോയിണ്ടോന്ന് ചോദിക്കുമ്പോ പറയുന്നത് അത് ഞാൻ യാത്ര മാതൃഭൂമിയുടെ യാത്രയിൽ റെയ്ഡ് ഇല്ലാന്നൊന്നും എഴുതൂല. ഫേസ്ബുക്കും ഒരുപാട് സിനിമകളില് പ്രിയ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് വളരെ നിഷ്കളങ്കമായിട്ട് പ്രേമലൂല് പോത്തുംകുട്ടിക്ക് മേടിക്കാൻ വേണ്ടി 10,000 രൂപ കടം ചോദിക്കുന്ന അമ്മ. അത് വളരെ റിലേറ്റബിൾ ആയിരുന്നു. ഈ ഇതിലേക്ക് വരുമ്പോഴേ ഇടനാഴിയിലും അടുക്കളയിലും ഒക്കെ എത്തുമ്പോ റിയൽ സെൽഫാണ്. പക്ഷെ എപ്പോഴാണ് ബോഡിയുടെ അവിടെ എത്തുന്നത് അപ്പൊ തൊട്ടേ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണല്ലോ. അത് ഈസിലി അങ്ങനെ വരുമായിരുന്നോ? ഇത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് ദുഃഖഭാവം പിടിക്കണം? വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ, ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോടൊക്കെ ശരിക്കും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അതായത് ശരിക്കും മൊട്ട സ്വഭാവമായിരിക്കും. എന്റെ പേരില് സുഭാഷിണി എന്നാ. ഞാൻ ഒരു നല്ല വർത്താനം പോലും പറയണില്ല ശരിക്കും. തീനോട് പരിപ്പോട് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുന്നല്ലാതെ ബാക്കിയെല്ലാം വെറുതെ ലൗഡായിട്ട് കിടന്ന് ഒച്ചപ്പാടും ബഹളം എടുക്കുന്ന ഭർത്താവിനെ ഇങ്ങനെ ഭയങ്കര ഷാർപ്പ്. ശരിക്കും നല്ല സ്വഭാവം എനിക്ക് സത്യം. അപ്പൊ ഇത് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ്. പിന്നെ ഋഷി ആണെങ്കിലും വിശാലാണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്രീഡം തന്നിരുന്നു. എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി അങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻ പിടുത്തങ്ങളൊന്നും പിടിച്ചിരുന്നില്ല. അത് കുറച്ച് ഈസിയാന്ന് തോന്നി. ഒരു പ്രശ്നം കിട്ടി അതിന്റെ മാക്സിമം ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കണം അടുക്കളയുടെ നിന്നിട്ട്, അതൊക്കെ ഇവിടെ നിന്ന് വരുന്ന ഐഡിയ ആണ്. അതെ, അടുക്കള സീനൊക്കെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഡയലോഗ് ഇന്നത് പറയണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആലോചിക്കുമ്പോ നമുക്കറിയാലോ ഇങ്ങനെ ഒരു ചേച്ചി എന്തായിരിക്കും പറയാ എന്നുള്ളത്. ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. ഈ ഒരു സെറ്റിംഗ് എല്ലാവർക്കും അറിയാം. നമ്മൾ കഥ പറഞ്ഞ അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ കണ്ടുപരിച്ചുള്ളതാണല്ലോ. അപ്പൊ എല്ലാവരുടെ ഭാഗത്ത് ലോഡ് ആണെങ്കിൽ സജഷൻ വരും. അച്യുതാനന്ദേട്ടനൊക്കെ കിഡിലൻ ഐഡിയകളുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ വരും. പ്രിയ ചേച്ചി തന്നെ നമ്മൾ സീൻ കുറച്ച് എടുത്തതിന് ശേഷം പറഞ്ഞത്, ഈ ഏതോ ഒരു വീട്ടിൽ മരണം നടന്നിട്ട് അവിടുത്തെ അമ്മാവൻ മരിച്ചെടുക്കുന്നു. അമ്മായി കരയുമ്പോൾ ഈ നിലവിളക്കില്ലേ അത് ചുമരിനോട് ചേർത്താ വെച്ചിരിക്കുന്നത്. അപ്പൊ കരച്ചിലിന്റെ ഒപ്പം ആ വിളക്ക് അവിടെ നിന്ന് മാറ്റി വെക്ക്, ആ ചുമരുന്നൊക്കെ കരിയെന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നത്. അവർക്ക് അതൊക്കെയാണ് മെയിൻ പ്രശ്നം. അതൊക്കെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കൂലോ ബോഡി, നമ്മളിത് പെയിന്റ് ചെയ്യണ്ടേ. മകനോട് മറ്റേ അടുപ്പിന്റെ അവിടെ പരിപ്പോടെ ഉണ്ട്, അതെടുത്ത് പോയി കഴിക്കുക എന്നൊക്കെ പറയുന്ന ആ മീറ്ററിൽ തന്നെയാ പറയുന്നത്. നായകനാണ്. ഓസ്ട്രേലിയയിലാണ് വലിയൊരു ജീവിതത്തിന്റെ ഭാഗം ചെലവഴിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ കള്ളനെ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കള്ളനെ അവതരിപ്പിക്കുമ്പോ ഇപ്പത്തെ കള്ളന്മാരനെ അധികം മുണ്ടൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഒരുപാട് മാറി. പണ്ട് നമ്മള് ആണുങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു, അത് തന്നെ മാറിപ്പോയി. അപ്പൊ ജീവിതമായിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ഒന്നും അല്ലല്ലോ ഇത്. എങ്ങനെയാ ശരിക്കും നാട്ടുകള്ളന്മാരുണ്ടായിരുന്നോ? അതെങ്ങനെയാ ഇതിന്റെ ഒരു ഐഡിയ? ശരിക്കും ഈ കഥാപാത്രം എന്ന് പറയുന്നത് എന്റെ ജീവിതമായിട്ട് തീരെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ട് കഥാപാത്രമായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു വൺ ലൈൻ ത്രെഡ് ഞാൻ കേട്ടപ്പോൾ, വിശാലിൻ്റെ ഇങ്ങനത്തെ ഒരു കഥ കേട്ടപ്പോൾ വളരെ രസകരമായ ഒരു കഥയാണ് തോന്നി. അപ്പോൾ അതിനകത്ത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയായിരുന്നു, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ തന്നെ നായകനാകും എന്നുള്ള സങ്കല്പം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സങ്കല്പം കൊണ്ടാണ് വന്നത്. പക്ഷേ ഞാൻ റഷീദിനും അവർക്ക് എൻ്റെ ടീമിന് ഫുൾ സപ്പോർട്ട് കൊടുത്തിരുന്നു. അതായത് എന്നെക്കൊണ്ട് നിങ്ങൾ അഭിനയിപ്പിക്കാൻ ശ്രമിക്കുക, അത് ഫെയിൽ ആവുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്കൊണ്ട് എടുപ്പിക്കാം. എനിക്കൊരു അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാവാം ഈ സിനിമ ഉണ്ടാകാനുള്ള കാരണം. പക്ഷെ അങ്ങനെ വന്നിട്ട് ഈ ഒരു കള്ളൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് തീരെ ആലോചിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അവർ കള്ളൻ എന്ന് പറയുന്ന കൊച്ചിൻ അനീഫ ഒരു കള്ളനായിട്ട് എൻ്റെ മനസ്സിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സ്റ്റൈലിൽ സംഘടിപ്പിച്ച് എൻ്റെ മനസ്സിൽ ആ ഒരു കഥാപാത്രം സൃഷ്ടിച്ച് വന്നത് ഇവിടെ. ചെറിയൊരു ടൈറ്റായിട്ട് ബനിയനൊക്കെ വാങ്ങിച്ചു, ചെറിയൊരു കുറ്റി മീശയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആ സംഭവമൊക്കെ ആക്കിയിട്ട് ഞാനിവിടെ വന്നു. അങ്ങനെ ഫസ്റ്റ് സീൻ എടുത്ത ഉടനെ റഷീദിനെ ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു കള്ളനല്ലേ. അയ്യോ ഇതിങ്ങനത്തെ ഒരു കള്ളനല്ല, വളരെ ജീവിക്കാൻ ഗതിയില്ലാതൊരു കള്ളനായ ഒരു കള്ളൻ്റെ കഥയാണ്. അങ്ങനെ റഷീദ് സത്യം പറയാൻ വെച്ചാൽ എനിക്ക് ഇതിനകത്ത് ആക്ടിങ് സ്കില്ലിനെക്കാളും കൂടി റഷീദ് തന്ന ഇൻസ്ട്രക്ഷൻസ്
എനിക്കത് കണ്ടിട്ട് ആ ഒരു കഥാപാത്രത്തെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു ഘടന എന്തെന്നാണ് ഇവരുടെ മനസ്സിലുള്ള എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അത് പിന്നെ ഞാൻ ആ ഒരു കഥാപാത്രമായി മാറാൻ കുറച്ച് സമയം എടുത്തു, കുറേ നേരം എടുത്തു. എന്നാലും കുറച്ച് പതിയെ എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു അതായത് ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് മനസ്സിലായി. എന്തെന്നാണ് സ്റ്റാർട്ട് ടു എൻഡ് ആ കഥാപാത്രം എങ്ങനെ ഉണ്ടാവണം. പിന്നെ ഉണ്ടായ ആ എല്ലാ ദിവസങ്ങളും ആ ഒരു കഥാപാത്രമായി മാറാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സന്തോഷമായിട്ട് ഞാനൊരു കള്ളനെ കാണിച്ചു കൊടുത്തു. വിഷ്ണു കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒരു കള്ളനെ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്നിട്ട് ഒരു വീട്ടിലേക്ക്, ഒരു 40-45 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ആ വീട്ടിലത്തെ ചേച്ചി ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കുക, എടാ നിനക്ക് വല്ല ജോലിക്കും പൊക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിനകത്ത് 10-25,000 രൂപ ഉണ്ടായിരുന്നു പറയുമ്പോ ഇയാള് അത്രയൊന്നുമല്ലേ ഇയാള് ഇങ്ങനെ അയാൾക്ക് ഒരു വിഷമമില്ല ഇത് ചെയ്യുന്നതില്. ഭയങ്കര ഇങ്ങനെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞ പുള്ളി തലയൊക്കെ ചെറുന്നിട്ട് അവൻ ഇതും ഒരു കള്ളനാണ്. അയാൾ ഒരു ഭീകര, അയാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ തെളിവെടുപ്പ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചായ കൊടുത്തോളൂ. അത്രയും ഡീസെന്റ് ആയിട്ടാണ് അയാൾ പെരുമാറുന്നത്. അപ്പൊ ഞാൻ സന്തോഷം കാണിച്ചു കൊടുത്തു ഇങ്ങനെയുണ്ട് കള്ളൻ എന്ന് പറഞ്ഞിട്ട്. സന്തോഷേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ലിത്തള്ള ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തും സന്തോഷേട്ടൻ മുസ്ലിം ക്യാരക്ടറാണ് അത്. അപ്പൊ സന്തോഷേട്ടന്റെ ബെൽറ്റ് ഇട്ടില്ല, പക്ഷെ പുള്ളി മറ്റേ നിസ്കാര ടൈം മേക്കപ്പിന്റെ ആൾക്കാരെ കൊണ്ട് എടിയിപ്പിച്ച്. അപ്പൊ ഞാൻ നിസ്കാര ടൈം അല്ല റഷീദ് ഭായ് മുസ്ലിം ക്യാരക്ടർ അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിം അല്ലേ, എനിക്ക് നിസ്കാര ഷിഹാബ് മുസ്ലിം ക്യാരക്ടർ അല്ലേ. അങ്ങനെ ചെയ്യണ്ട, അതല്ലാതെ തന്നെ വന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമ്മൾ സിനിമ കണ്ട് ശീലിച്ചിട്ടേ. അത് ഇവരുടെ ഇന്റർവ്യൂവിന്റെ കുഴപ്പം. ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ മുഴുവൻ വഴി തെറ്റിപ്പോകും. ഇവര് ചോദിക്കും നിങ്ങൾ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ എന്തായിരുന്നു. അപ്പൊ എന്തായാലും മറുപടി പറയേണ്ടത് വെച്ചിട്ട് ഇവര് പറയും ഞങ്ങള് ഈ മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വാച്ച് ചെയ്ത ആളുകളിൽ പലർക്കും ഈ സാധനം കണ്ടപ്പോൾ ഞങ്ങൾ ഇത് ആദ്യം വെച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ. ലാൽ ജോസിനാണല്ലോ കൈ കിട്ടിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു എൻഡിങ്ങോ സ്റ്റാർട്ടിങ്ങോ ലാൽ ജോസിന്റെ വോയിസ് ഓവറിൽ അങ്ങ് പറയിപ്പിച്ചേക്കാം. ഇല്ല, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് സാധ്യതയല്ല ആയിരുന്നു. ഇതിലൊരു സാഹചര്യം ഇല്ലല്ലോ, ഇതിലങ്ങനെ നരേഷന്റെ സംഭവം ഉണ്ടായില്ലല്ലോ. എന്നാലും ഇപ്പൊ ഈ കള്ളന് നീതീകരിക്കാവുന്ന ഒരു കാരണം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു നരേഷൻ നല്ല സിനിമ അത് വൃത്തിയോടാക്കണ്ട. പണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്ട് ഫിലിമിൽ നിന്ന് വന്നായിരുന്നേ, എനിക്ക് എന്ത് ഷോർട്ട് ഫിലിം കഴിഞ്ഞാലും അതിന്റെ ലാസ്റ്റ് എന്തെങ്കിലും പറയണോ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പറഞ്ഞ സംഭവത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവസാനം നമ്മളിത് പറഞ്ഞും കൂടി മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ആ പരിപാടി അങ്ങനെ ഇപ്പൊ ഷോർട്ട് ഫിലിമിന് ഞാൻ അങ്ങനെ വല്ലാണ്ട് ചെയ്യാറില്ല. പണ്ടൊക്കെ നമുക്ക് എപ്പോഴും തോന്നും കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അതുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പരിപാടി അവസാനം ഇട്ട് കൊടുക്കാം എന്ന്. അങ്ങനത്തെ നരേഷൻ പരിപാടിയോട് എന്തോ ഒരു താല്പര്യം അങ്ങനെ വന്നു കയറിയതാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോർട്ട് ഫിലിം ഉണ്ട്, അതിന്റെ അവസാനം തീർന്നു, ഷോർട്ട് ഫിലിം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഒന്നും ഇതിലൊരു മെസ്സേജ് എവിടെ, അപ്പോഴും മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത നമ്മുടെ നായകൻ നടന്നു വന്നിട്ടൊരു കൊക്കക്കോളയുടെ എന്തോ ഒരു കുപ്പി കിടപ്പുണ്ട്, അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് ഒരു പീപ്പയിലിടും. അതാണ് മെസ്സേജ്. ലാൽ ജോസ് എന്ന സംവിധായകൻ പലപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന പടങ്ങൾക്കും ചില പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ട്. ഇപ്പം ലെൻസ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു 2016, ബൈലിംഗ്വലായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ കോലാഹലത്തിന് ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് LJ അതെടുത്തു എന്നുള്ള ബ്രാൻഡിങ് വന്നതോടുകൂടിയിട്ടാണ്. അതുപോലെ കുറെ ഇപ്പം അന്ന് തട്ടത്തിന് മുഖത്തൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് സത്യം പറഞ്ഞ ഒരു പുതുമുഖ പുതുമുഖങ്ങളുടെ ഒരു കൂട്ടായ്മ വരുന്നു എന്നുള്ളതാ. എവിടുന്ന് ഇത് വർക്കാവും? ആ പിക്ക് എവിടുന്ന ഈ റിസ്ക് എടുക്കാനുള്ള മൈൻഡ് അത് എവിടുന്ന വരുന്നത്? അല്ല, റിസ്ക് എടുക്കാനുള്ള മൈൻഡ് എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നാണ് ഒരു തന്നിഷ്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഇഷ്ടങ്ങളെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അത് ആര് നിർബന്ധിച്ചാലും എന്ത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടന്നാലും ഞാൻ ചെയ്യില്ല. ഇപ്പൊ ഈ സിനിമ സന്തോഷമായിട്ട് എനിക്ക് സൗഹൃദമുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ഇങ്ങനെ വന്ന് ഇരിക്കില്ല. അതിന്റെ കാരണം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഞാനിപ്പോൾ തൽക്കാലം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് കമ്പനി ഫ്രീസ്ഡ് ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. ലെൻസ് ഇതുപോലെ ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് സഹായിക്കണം എന്ന് വിചാരിച്ചു. എനിക്ക് നഷ്ടമാണ് ആ സിനിമ, ഫിനാൻഷ്യലി എനിക്ക് നഷ്ടമാണ്. നഷ്ടമാവുമെന്ന് എനിക്ക് അറിയുകയും ചെയ്യായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ എത്തണം, കുറച്ച് ആളുകളിലേക്ക് എത്തണം എന്ന് തോന്നിയത് കൊണ്ട് അന്ന് ചെയ്തതാണ്. ഞാൻ അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, ഈ എറണാകുളത്ത് അതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ നോട്ടീസ് ഞാൻ കോളേജ് റോഡിൽ പോയിട്ട്
സെന്റ് തെരേസാസിലെ പെൺകുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഞാൻ അതിന്റെ നോട്ടീസ് കൊടുത്തിട്ട് നാളെയും കൂടെ ഉള്ളു പടം, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ അതിലൊരു 10 പേരെങ്കിലും പോയിട്ട് അന്ന് സിനിമ കണ്ടുണ്ടാവും. അപ്പൊ ടിക്കറ്റ് അപ്പൊ നോട്ടീസ് കൊടുത്ത് അത് ഇതിനോടുള്ള ഒരു ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു ആ സിനിമ കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഡയറക്ടർ അത് കഴിഞ്ഞ് അന്ന് രാത്രി റൂമിൽ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചു. ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതല്ല, ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് ഒരു വേറെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നീ എന്തിനാണ് ഈ ആവശ്യമില്ലാണ്ട് പോയിട്ട് ഇങ്ങനെ വില കളയണ, നീ എല്ലാ നമുക്ക് ഒരു സാധനവും ഇഷ്ടമായി. അത് നമ്മൾ പറയുന്നത് കൊണ്ട്, നമ്മൾ വന്ന് ഇരിക്കുന്നതുകൊണ്ട് 10 പേര് കൂടുതൽ കാണുമെങ്കിൽ എനിക്കത് അതിലൊരു സംതൃപ്തി ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ സിനിമകളിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി ചെയ്യാനുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? ശേഷം മൈക്കിൾ ഫാത്തിമ ചെയ്തപ്പോൾ അത് പറയുമ്പോൾ വലിയ ബാനറായിരുന്നു. പക്ഷെ അതിൽ എനിക്ക് ഇതുപോലെ മനു ആയിരുന്നു ഡയറക്ടർ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഇതുപോലെ റഷ്യയൊക്കെ പോലെ തന്നെ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടെന്ന് തോന്നിയിരുന്നു. ഇതിപ്പോ ഇതിലേക്ക് വന്നപ്പോ എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു കുടുംബം പോലെ 10-18 ദിവസം നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ബോണ്ടിങ് ആയി പരസ്പരം, എല്ലാവർക്കും ഫാമിലി പോലെ. ഇതിലുള്ള എൻ്റെ അനിയത്തിയായി ചെയ്ത ആളെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ് ചിത്ര. എൻ്റെ ഭർത്താവായി ചെയ്യുന്ന കുമാരേട്ടൻ ഞാൻ ഓൾറെഡി ശ്രീധന്യയിൽ എൻ്റെ ബ്രദറായിട്ടുണ്ട്. പിന്നെ 18+ പുള്ളിക്കാരൻ നസ്ലിൻ്റെ അച്ഛനും ഞാൻ മീനാക്ഷിയുടെ അമ്മയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നാടകവും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോണിൽ നിൽക്കുമ്പോഴാണ്. ഈ സിനിമ എന്ന് പറയുന്നത് അത്രയും കംഫർട്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്, ആക്ടേഴ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ റൈറ്റർ ആണെങ്കിലും ശരി, ഡയറക്ടർ ആണെങ്കിലും ശരി, ഷിഹാബ് ആണെങ്കിലും ശരി, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, സന്തോഷമായിട്ട് അടക്കമുള്ള എല്ലാവരും. അപ്പം കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം റഷി പറയും നിങ്ങൾ ചെയ്തോളൂ, വേണ്ടാത്തതുണ്ടെങ്കിൽ ഞാൻ കട്ട് പറയും, എന്നിട്ട് നമുക്ക് വീണ്ടും പോവാന്ന് പറയും. പക്ഷെ അധികം അങ്ങനെ കട്ട് പറഞ്ഞില്ല അല്ലേ റഷി? ഈ ക്യാരക്ടറിലൊക്കെ ഇത്രയധികം ഇൻവോൾവ് ആയിട്ട് ഈ കഥാപാത്രം ഇങ്ങനെ പറയില്ല, എനിക്ക് ഇങ്ങനെ പറയാനാ തോന്നുന്നത്, അങ്ങനത്തെ ഒരു സ്പേസിൽ എത്തുന്ന അനുഭവങ്ങളുണ്ടോ? അത് നമുക്ക്, എനിക്ക് തോന്നുന്നത് ചിലത് നമുക്ക് ഇത് തന്നെ പറയണം എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് ചില വാക്കുകൾ നമ്മൾ നോർമലി യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളാകുമ്പോൾ നമുക്കിങ്ങനെ ഇത് ഞാൻ പറയണല്ലോ എന്ന് തോന്നും. പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരിത് പറയണമെന്ന് പറയുമ്പോ നമുക്ക് പറയാം അല്ലേ സാറേ? ഞാനിപ്പോ ചെറിയ റോളുകളിലൊക്കെ ചില സിനിമകളിൽ വിളിച്ചിട്ട് അഭിനയിക്കാൻ ചെല്ലും. അപ്പൊ ചിലപ്പോ ഭയങ്കര സാഹിത്യമൊക്കെ ഉണ്ടാവും, വലിയ ഡയലോഗും ഉണ്ടാവും, ഭയങ്കര സാഹിത്യം. അപ്പൊ നമ്മള് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പേഴ്സണലി ഉപയോഗിക്കാത്ത വാക്കുകൾ വരുമ്പോൾ ഞാൻ പെട്ടുപോകും. കാരണം ഇത് ഓർത്തു വെക്കൽ വലിയ പാടാണ്. കാരണം നമുക്ക് ഒന്നാമത് അഭിനയം അറിയില്ല, രണ്ടാമത് ഇത് അഭിനയിക്കുക, എന്നിട്ട് ഈ ഡയലോഗ് ഓർത്ത് വെക്കുക, എന്നിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം ഞാൻ അവരോട് ചോദിക്കും, ഞാൻ ഈ ക്യാരക്ടർ ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് ചിലപ്പോൾ സമ്മതിക്കും, ചിലർ പക്ഷെ പറഞ്ഞല്ല സാർ അത് ഞങ്ങളിങ്ങനെ ഉദ്ദേശിച്ചാണ്, ഇത് തന്നെ പറയണം. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അങ്ങനെ ഈ ലെങ്തി ഷോട്ട് വെക്കരുത്, കാരണം ഇത്രയും എനിക്ക് കാണാം ഉപയോഗിക്കാത്ത വാക്കുകൾ പറയുമ്പോൾ അതുപോലത്തെ പ്രശ്നമുണ്ടോ? അപ്പം എൻ്റെ സിനിമകളിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് ആ ഒരു ഫ്രെയിമിൽ നമ്മൾ ഒരാളൊരു ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ പറയാൻ വേണ്ട ഒരു ടൈമുണ്ട്, അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്റർവ്യൂവിൽ നിന്ന് സംസാരിക്കണ മാതിരി നീട്ടി പരത്തി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഫ്രെയിമിനുള്ളിൽ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് അനുവദിക്കും. അത് പറയാവുന്നതാണ്. അത് ആ ക്യാരക്ടർ പറയുമെന്ന് തോന്നിയാൽ അത് വിടാം. പക്ഷെ ഈ സിറ്റുവേഷനിൽ ആ ആള് പറയേണ്ട ഡയലോഗിന്റെ കണ്ടന്റ് അതിലുണ്ടാവണം. വാക്കുകളൊന്നും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയോണ്ടൊന്നും കുഴപ്പമില്ല.